യെസ്, again I am back with prepositions. അല്ലെ, നമുക്ക് തുടങ്ങാം. യൂസ് ഓഫ് ബിസൈഡ് അല്ലെ. ബിസൈഡ് മീൻസ് എന്താണ്? അരികിൽ എന്നൊരു, ഈ ഒരു മീനിങ് നിങ്ങൾക്ക് പോയി അറിയുന്നതായിരിക്കും അല്ലെ. ബിസൈഡ് മീൻസ് എന്താണ്? അരികിൽ അല്ലെ, എന്റെ അടുത്ത്. ഓക്കെ, എന്റെ അരികിൽ ഒരാൾ ഇരിക്കുന്നുണ്ടെന്ന് പറയാം. നിങ്ങളുടെ അരികിലൊക്കെ ഇപ്പൊ എന്താ ഉള്ളത് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു മക്കളെ, നിങ്ങളുടെയൊക്കെ ബിസൈഡ് എന്താ ഉള്ളത്? ഓക്കെ, അത്രയേ ഉള്ളൂ. ബിസൈഡ് മീൻസ് എന്താണ്? അരികിൽ. നമുക്ക് നോക്കാം ബിസൈഡിന് അങ്ങനെ ഒരു മീനിങ് മാത്രമുള്ളോ എന്ന് നോക്കാം. യെസ്, we use beside to say next to or at the side of അല്ലെ, സെയിം മീനിങ് അല്ലെ. നെക്സ്റ്റ് ടു, അറ്റ് ദ സൈഡ് ഓഫ് അല്ലെ, എന്റെ അടുത്ത്, എന്റെ അരികിൽ അല്ലെ. എന്റെ ഇപ്പുറത്തെ സൈഡിൽ, എന്റെ ഇവിടെ, അല്ലെങ്കിൽ എന്റെ ഈ സൈഡിൽ, എന്റെ അരികിൽ അല്ലെ, എന്റെ നെക്സ്റ്റ് ആരാണ് ഇരിക്കുന്നത്, ഇങ്ങനെയൊക്കെ പറയാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും മക്കളെ? ബിസൈഡ് യൂസ് ചെയ്യും. നോക്കാം അരികിൽ എന്നുള്ള മീനിങ് ഉണ്ടോന്ന്. He sat beside him. She sat beside him. അവൾ എവിടെ ഇരുന്നിട്ടുള്ളത്? അവന്റെ അരികിലാണ്. ഓക്കെ, അവന്റെ അടുത്താണ്, നിയർ ആണ് എന്നർത്ഥം. ഓക്കെ, then she stood beside her father. അവൾ പോയി എവിടെയാണ് മക്കളെ? she stood beside her father. അവൾ അവളുടെ ഫാദറിന്റെ അടുത്താണ് എവിടെ ഇരിക്കുന്നത്? സ്റ്റാൻഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, then come and sit beside me. come and sit beside me. വരൂ, ഇവിടെ എന്റെ അടുത്ത് ഇരിക്കൂ എന്ന് പറയുന്ന ഒരു മീനിങ്. ദ ടീച്ചർ ഈസ് ബിസൈഡ് ദ ടേബിൾ. ടേബിളിന്റെ സൈഡിലാണ് ആര് നിൽക്കുന്നത്? ടീച്ചർ നിൽക്കുന്നത് അല്ലെ. ടീച്ചർ ടേബിളിന്റെ അരികിലാണ്, സൈഡിലാണ്, നിയർ ആണ്, നെക്സ്റ്റ് ആണ് നിൽക്കുന്നത് എന്നൊക്കെ ഒരേ മീനിങ് അല്ലെ. നമ്മുടെ അടുത്ത്, നമ്മുടെ അരികിൽ എന്ന് ഇപ്പുറത്ത് നിൽക്കുന്നതിന്റെ തൊട്ടടുത്ത്, അല്ലെങ്കിൽ എന്റെ അരികിൽ, എന്റെ നെക്സ്റ്റ് ടു എന്നുള്ള ഒരു മീനിങ് ആണ് ബിസൈഡ് എന്നുള്ളത് കേട്ടോ. ക്ലിയർ ആണല്ലോ? Then beside is used in the sense of compared with somebody or something. ഇത് ബിസൈഡിന് നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയാത്ത ഒരു മീനിങ് ആണ് അല്ലെ. ബിസൈഡിന് നമുക്ക് തൊട്ടുമ്പോ പറഞ്ഞ അരികിൽ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. ഇതൊരു പക്ഷെ നിങ്ങൾക്ക് അറിയാത്തൊരു യൂസ് ആയിരിക്കും. എന്താണ്? സംബഡി ഓർ സംതിങ്, മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാൻ ഇത് യൂസ് ചെയ്യും. എങ്ങനെയാ ഇത് വെച്ച് കമ്പയർ ചെയ്യാൻ നോക്കാം. My score in the exam is very poor beside yours. നിന്റേത് വെച്ച് നോക്കുമ്പോൾ അല്ലെ, നിന്റേത് വെച്ച് നോക്കുമ്പോൾ എന്താണ്? എന്റെ എക്സാമിന്റെ റിസൾട്ട് എന്താണ്? വെരി പുവർ ആണ് അല്ലെ. നിന്റേത് വെച്ച് നോക്കുമ്പോൾ, നിന്റേത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്താണ്? എന്റെ എക്സാം റിസൾട്ട് എന്താണ്? വെരി പുവർ ആണ് അല്ലെ. ദെൻ മൈ ഹെൽത്ത് ഈസ് വെരി ബാഡ് ബിസൈഡ് യുവേഴ്സ്. ഓക്കെ, നിന്റേത് വെച്ച് നോക്കുമ്പോൾ എന്താണ്? നിന്റേത് വെച്ച് നോക്കുമ്പോൾ എന്റെ ഹെൽത്ത് എന്താണ്? വളരെ ബാഡ് ആണ് അല്ലെ. നിന്റേതിനേക്കാൾ എന്നൊരർത്ഥം അല്ലെ. നിന്റേതിനേക്കാൾ എന്താണ്? എന്റേത് ബാഡ് ആണ് അല്ലെ. ഇവിടെയും അതുപോലെ തന്നെ my score in the exam is very poor beside yours. നിന്റേതിനേക്കാൾ എന്താണ്? എന്റെ എക്സാമിന്റെ സ്കോർ എന്താണ്? വളരെ പുവർ ആണ് അല്ലെ. then my painting looks clear beside yours അല്ലെ. നിന്റേതിനേക്കാൾ എന്താണ്? എന്റെ പെയിന്റിങ് എന്താണ്? ഒന്നും കൂടെ എന്താണ്? ക്ലിയർ ആണ് അല്ലെ. അപ്പൊ ചെറിയൊരു കമ്പയർ നടന്നില്ലേ അവിടെ? നിന്റേതിനേക്കാൾ അല്ലെ, നിന്റേത് വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നിന്റേതിനേക്കാൾ എന്നൊരു അർത്ഥത്തിൽ അല്ലെ. നിന്റേതിനേക്കാൾ എന്നൊരർത്ഥം അല്ലെ. എന്നൊരു മീനിങ് അല്ലെ. അതൊക്കെ നിങ്ങൾ അത് വെച്ച് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു മീനിങ് ആണ് അല്ലെ. നിന്റേത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നിന്റേതിനേക്കാൾ എന്റേത് മോശമാണ്, നിന്റേതിനേക്കാൾ എന്റേത് നല്ലതാണ്, നിന്റേതിനേക്കാൾ എന്റേത് ഒന്നും കൂടെ ക്ലിയർ ആണ് എന്നൊക്കെ പറയാൻ ഒരു ചെറിയ കമ്പാരിസൺ ബിസൈഡ് വെച്ച് നടന്നു അല്ലെ. ഓക്കെ, അപ്പൊ അവിടെ അരികിൽ എന്ന് പറയുന്ന മീനിങ് എന്തായാലും പൂർണ്ണമായിട്ടും പോയിട്ടോ. അവിടെ എന്താ ഒരു കമ്പയർ ചെയ്തപ്പോ നിന്റേതിനേക്കാൾ എന്റേത് മോശമാണ്, അല്ലെങ്കിൽ നിന്റേതിനേക്കാൾ എന്റേത് ക്ലിയർ ആണ്, നിന്റേതിനേക്കാൾ എന്റേത് എന്താണ്? ക്ലിയർ അല്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു കമ്പാരിസൺ ചെയ്തപ്പോ നിന്റേതിനേക്കാൾ എന്ന് പറയുന്ന ഒരു മീനിങ് ആണ് ബിസൈഡിന് വന്നിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ബിസൈഡ്സ് കൂടാതെ എന്നുള്ളൊരു മീനിങ്ങും, അതുപോലെ അല്ല, ബിസൈഡ് എന്ന് പറഞ്ഞാൽ അരികിൽ എന്ന് പറയുന്ന ഒരു മീനിങ്ങും, അതുപോലെ എന്താണ് നമ്മൾ യൂസ് ചെയ്തത്? കമ്പയർ ചെയ്യാൻ അല്ലെ. ഇനി ഇവിടെ നോക്കാം യൂസ് ഓഫ് ബിസൈഡ്സ് അല്ലെ. എന്താ അല്ലെ, ചെറിയൊരു മാറ്റം. എവിടെയാണ് ആ മാറ്റം വന്നത്? ഒന്ന് ബിസൈഡ് ആണെങ്കിൽ ഒന്ന് ബിസൈഡ്സ് ആണ് അല്ലെ. ഒരു എസ് ഇട്ട് കൊടുത്താൽ മതി. വെറുതെ ഒന്നും നമുക്ക് എസ് കയറിയിടാൻ പറ്റില്ല എന്നുള്ള ഇതിനൊരു തെളിവാണ് ഈ ബിസൈഡും ബിസൈഡ്സും അല്ലെ. എന്തായിരുന്നു മക്കളെ? ബിസൈഡും ബിസൈഡ്സും അല്ലെ. വെറുതെ കയറിയിട്ടൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റുന്ന സാധനമല്ല എസ് ഒന്നും. ഒരു എസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ബന്ധവും രണ്ടുപേരും തമ്മിലില്ല എന്നുള്ളതിനുള്ള ഒരു ബെസ്റ്റ് ഉദാഹരണമാണ് ഈ ബിസൈഡും ബിസൈഡ്സും. ബിസൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചിരുന്നത്? നിയർ അല്ലെ. നെക്സ്റ്റ് ടു എന്ന് പറയുന്ന ഒരു മീനിങ് ആണ് ബിസൈഡ് എന്ന് പഠിച്ചിരുന്നത് അല്ലെ. എന്റെ അടുത്ത്, എന്റെ അരികിൽ എന്ന് പറയുന്ന ഒരു മീനിങ് അല്ലെ.
പക്ഷേ ബിസാർഡ്സ് എന്ന് പറയുമ്പോൾ ഇൻഷ്യർലി ഡിഫറെന്റ് ആണ്. ഇൻഷ്യർലി ഡിഫറെന്റ് ഫ്രം ദ ബിസാർഡ്. ഓക്കെ, എന്താണെന്ന് നോക്കാം. ബിസൈഡ്സ് മീൻസ് ഇനിയും, ഇൻ അഡീഷൻ ടു, അല്ലെ, ഇൻ അഡീഷൻ ടു എന്ന് പറയുന്ന ഒരു മീനിങ് ആണ്. നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഒന്നും കൂടെ ഗ്രാമർ പാർട്ട് ക്ലിയർ ആണെങ്കിൽ എക്സാം നിർബന്ധമാണ്, അല്ലെ. എക്സാമ്പിൾസ് നോക്കാം. ഇൻ അഡീഷൻ ടു, ബിസൈഡ് എ കാർ ഹി ഹാസ് എ ബസ്. എന്തുണ്ട്? ബസ്സിന് പുറമെ, അല്ലെങ്കിൽ ബസ്സിന് പുറമെ ആ വ്യക്തിക്ക് എന്തുണ്ട്? ഒരു കാറും കൂടിയുണ്ട്, അല്ലെ. ബസ്സിന് പുറമെ ആ വ്യക്തിക്ക് എന്തുണ്ട്? ഒരു കാറും കൂടെ ഉണ്ട് കേട്ടോ. ഓക്കെ, then beside sugar milk we need some vegetable. എന്താണ്? പാലും അതുപോലെ ഷുഗറും മിൽക്കും കൂടാതെ ആ വ്യക്തിക്ക് എന്തും കൂടെ വേണം? വി നീഡ് സം വെജിറ്റബിൾസ്. കുറച്ച് വെജിറ്റബിൾസും കൂടെ എന്ത് വേണം? ഹി പ്ലേസ് ടെന്നീസ് ബിസൈഡ് ബാസ്കറ്റ് ആൻഡ് ഫുട്ബോൾ. ഫുട്ബോളും ബാസ്കറ്റ് ബോളും കൂടാതെ ആ വ്യക്തി എന്തും കൂടെ കളിക്കും മക്കളെ? ടെന്നീസും കൂടെ കളിക്കും കേട്ടോ. ബിസൈഡ്സ് മീൻസ് ഇവിടെ എന്താണ്? കൂടാതെ. ഓക്കെ, എന്നൊരു അർത്ഥത്തിലാണ് കൂടാതെ എന്ന് പറയുന്നത്. ബിസൈഡ് ക്യാൻസർ, എന്താണ്? ക്യാൻസർ കൂടാതെ, എന്താണ്? അത് കൂടാതെ വേറെ ഒന്നും കൂടെ ഉണ്ട് എന്ന് പറയാൻ കേട്ടോ. ബിസൈഡ് ക്യാൻസർ കൂടാതെ സ്മോക്കിംഗ് ക്യാൻ ലീഡ് ഓൺ അതർ ഡിസീസസ്, അല്ലെ. സ്മോക്കിംഗ് ക്യാൻസർ മാത്രമല്ല, അത് കൂടാതെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മറ്റു പല അസുഖങ്ങളും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നോക്കാം ഒന്നും കൂടെ. ബിസൈഡ് എ കാർ ഹി ഹാസ് എ ബസ്. കാറ് കൂടാതെ ആ വ്യക്തിക്ക് എന്തുണ്ട്? ഒരു ബസ് കൂടെ ഉണ്ട് കേട്ടോ. then besides sugar and milk we need some vegetables. എന്താണ്? ഷുഗറും മിൽക്കും കൂടാതെ ആ വ്യക്തിക്ക് എന്ത് വേണം? കുറച്ച് വെജിറ്റബിൾസും കൂടെ വേണം. then he plays tennis beside basketball and football. ബാസ്കറ്റ്ബോളും ഫുട്ബോളും കൂടാതെ ആ വ്യക്തിക്ക് എന്തുണ്ട്? എന്താണ് മക്കളെ കളിക്കാൻ കഴിയുന്നത്? ടെന്നീസും കൂടെ കളിക്കാൻ കഴിയും. then besides cancer smoking can lead on to other diseases. ക്യാൻസർ മാത്രമല്ല, അത് കൂടാതെ മറ്റു പല അസുഖങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്മോക്കിങ്ങിലൂടെ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ദെൻ അപ്പോ കൂടാതെ, ഇൻ അഡീഷൻ ടു എന്ന് പറയുന്ന, അല്ലെ, അത് കൂടാതെ ഇൻ അഡീഷൻ ടു എന്ന് പറയുന്ന ഒരു മീനിങ്, അല്ലെ. ബിസൈഡും ബിസൈഡ്സും എന്താണ്? എൻറ്റയർലി ഡിഫറെന്റ് ആട്ടോ. ഒരു എസിന്റെ പേരിൽ കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ മീനിങ് തെറ്റിക്കരുത് കേട്ടോ. then use of during, അല്ലെ. during the period of time എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അത് തന്നെയാണ് കേട്ടോ. during the to indicate time ആണ്, അല്ലെ. എന്ത് ടൈമാണ്? ഒരു പീരീഡ് ഓഫ് ടൈമിനെ തന്നെ, അല്ലെ. to indicate time. നോക്കാം എങ്ങനെയുള്ള ടൈമാണ്. he visited Mumbai during the ഓണം ഹോളിഡേ, അല്ലെ. ഓണം ഹോളിഡേയുടെ ആ ടൈമിലാണ് അദ്ദേഹം, ആ ടൈമിൽ, അല്ലെ, ആ പീരീഡ് ഓഫ് ടൈമിൽ, ഓണം ഹോളിഡേ ആ ഒരു വെക്കേഷൻ ടൈമിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? he visited മുംബൈ പോയിട്ട് വിസിറ്റ് ചെയ്തിട്ടുള്ളത്. The sun give us light during the day. പകൽ മുഴുവൻ, അപ്പൊ പകൽ സമയം മുഴുവൻ, ആ during the day time മുഴുവൻ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യൻ എന്ത് ചെയ്തു തരുന്നുണ്ട് മക്കളെ? ലൈറ്റ് തരുന്നുണ്ട്. ഓക്കെ, സോ ഇൻഡിക്കേറ്റഡ് ടൈം, ഒരു ടൈം പറയാനാണ് ഡ്യൂറിംഗ് ഒക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഒരുപാട് ടെൻസ് ഒക്കെ യൂസ് ചെയ്തപ്പോ പറഞ്ഞിട്ടുണ്ട്. ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ടൈം എന്നൊക്കെ പറയാറുണ്ട്, അല്ലെ. ആ ടൈം പറയാനാണ് ഡ്യൂറിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ യൂസ് ഓഫ് അപ്പോൺ. ദെൻ എന്താണ്? അപ്പോൺ. ഓക്കെ, നിങ്ങൾ ഓരോന്ന് എഴുതുമ്പോൾ ഓരോന്ന് എഴുതി വെക്കണം കേട്ടോ. ഓരോ പ്രപ്പോസിഷൻസ് എഴുതിയിട്ട് അതിന്റെ യൂസ് ചെയ്ത ഒരൊറ്റ എക്സാമ്പിൾ എഴുതുക. ഓക്കെ, ദെൻ യൂസ് ഓഫ് അപ്പോൺ. അപ്പ് ഓൺ, അല്ലെ. അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് നമുക്ക് അറിയാം. അപ്പ് പറഞ്ഞാൽ എന്താ? മുകളിലെ, ഒരുപാട് മുകളിൽ. അപ്പ്. ഓക്കെ, അപ്പ് സ്റ്റെയർ, ഡൗൺ സ്റ്റെയർ, അപ്പ് സ്റ്റെയർ എന്നൊക്കെ പറയാനുണ്ടല്ലേ. അപ്പ് മുകളിൽ. ഓണോ? ഓൺ പറഞ്ഞാൽ എന്താ? ഒരു പ്രതലത്തിന്റെ മുകളിൽ, അല്ലെ, ഒരു വസ്തുവിന്റെ നേരെ മുകളിൽ. അപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം മുകളിൽ, അല്ലെ. അപ്പൊ ഒരുപാട് ഹൈറ്റിനൊക്കെ നമ്മൾ അപ്പ് പറയും. ഓൺ അറിയുമ്പോ അങ്ങനെയൊന്നല്ല. ഓൺ പറഞ്ഞാൽ മുകളിൽ, അല്ലെ, ഒരു സാധനത്തിന് മുകളിൽ, ടേബിളിന്റെ മുകളിൽ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഓൺ. അങ്ങനെ ആകുമ്പോ ഈ അപ്പും ഓണും കൂടെ വരുമ്പോഴോ നോക്കാം, ചലനത്തെ കാണിക്കുന്ന ഒന്നാണ്. ഐ മീൻ മുകളിൽ തന്നെയാണ്, പക്ഷെ എന്താണ്? ഓണിപ്പോ ഒരു വസ്തുവിന്റെ മുകളിൽ, ഇപ്പൊ ഒരു ടേബിളിന്റെ മുകളിൽ ഒരു ബുക്ക് ഉണ്ട്. ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. അതവിടെ നിശ്ചലമാണ്, അല്ലെ. ചലിക്കുന്നുണ്ടോ ബുക്ക്? ഇല്ല, അതവിടെ നിശ്ചലമാണ്, അല്ലെ. അപ്പൊ അപ്പും ഓണൊക്കെ എന്താണ്? അവിടെ നിശ്ചലമാണ്. ഓണൊക്കെ എന്താണ്? ചലിക്കുന്നില്ല. ഒരു വസ്തുവിന്റെ മുകളിലാണ്, പക്ഷെ ചലിക്കുന്നില്ല. ഇവിടെയും ഒരു വസ്തുവിന്റെ മുകളിലൂടെ, മുകൾ എന്നൊക്കെ തന്നെയാണ് അർത്ഥം. പക്ഷെ അവിടെ എന്തുണ്ട്? ഒരു മൂവ്മെന്റ്സ് ഉണ്ട്. നോക്കാം. The monkey jumped upon me. മങ്കി എന്ത് ചെയ്യാണ്? എന്റെ മുകളിലൂടെയാണ് എന്ത് ചെയ്തത്? ചാടിയത്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ചലനം നടക്കുന്നുണ്ട്, അല്ലെ. എന്താണ്? അപ്പ്
അപ്പോൺ എന്ന് പറയുന്ന ഒരു ചലനം അല്ലെ, മുകളിലൂടെയാണെങ്കിലും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു മൂവ്മെന്റ്സ് നടക്കുന്നുണ്ട്. എന്താണ്? അപ്പോണാണ് അല്ലെ. നോക്കാം. ഹി ജംപ്ഡ് അപ്പോൺ ഹിസ് ഹോഴ്സ് അല്ലെ, ഹോഴ്സിന്റെ മുകളിലോട്ട് ചാടി കയറുകയാണ് അല്ലെ. അവിടെയും എന്തുണ്ട്? ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട് അല്ലെ, ഒരു മൂവ്മെന്റ്സ് ഉണ്ട്. ഓക്കെ, ദെൻ യു ക്യാൻ ക്ലൈംബ് അപ്പോൺ ദാറ്റ്, നിനക്ക് അതിന്റെ മുകളിലോട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല? ചാടി കയറാൻ കഴിയില്ല. അതും എന്താണ്? ഒരു മൂവ്മെന്റ്സ് ആണ് അല്ലെ. ദെൻ ദ ക്യാറ്റ് റൺ അപ്പോൺ ദ റൂഫ്, ഹൈ റൂഫ് എന്നൊക്കെ പറയില്ല. നമ്മൾ എന്താണ്? റൂഫിന്റെ മുകളിലോട്ട് പൂച്ച എന്ത് ചെയ്യാണ്? കയറി അങ്ങോട്ട് പോയേക്കാണ് അല്ലെ. അപ്പൊ എന്താണ് മക്കളെ? ഒരു ചലനത്തെ കാണിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? അപ്പോൾ ഓൺ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നിശ്ചലമാണ് അല്ലെ. ഒരു വസ്തുവിന്റെ മുകളിൽ നമുക്ക് എന്ത് പറയാം? ഓൺ എന്ന് പറഞ്ഞാൽ അത് എന്താണ്? അത് കറക്റ്റ് അവിടെ നിൽക്കുകയാണ് അല്ലെ. പക്ഷെ ഇതെന്താണ്? ഇതൊരു മൂവ്മെന്റ്സ് കാണിക്കുന്നുണ്ട് അല്ലെ. മങ്കി ജംപ്ഡ് അപ്പോൺ മീ. ഓക്കെ, എന്താണ്? എന്റെ മുകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? എന്റെ മുകളിലേക്ക് മങ്കി കയറി വന്നു എന്ന് പറയുമ്പോൾ ഒരു മീനിങ്, അതിനൊരു മൂവ്മെന്റ്സ് ഉണ്ട് എന്ന് മാത്രം. നോക്കാം. ദെൻ അതുപോലെ നമുക്ക് അറിയാവുന്ന അല്ലെ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ. ഇത് പ്രത്യേകിച്ച് മീനിങ് ഒന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പണ്ട് ഒരിടത്ത് അല്ലെ, ഒരിടത്ത് ഒരു കാക്കി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പണ്ട് അല്ലെ, വൺസ് അപ്പോൺ എ ടൈം ദർ വാസ് എ കിങ് അല്ലെ. പണ്ട് ഒരു രാജ്യത്ത് ഒരു രാജാവ് എന്നൊക്കെ പറയല്ലേ. പണ്ട് ഒരു രാജാവ് ഉണ്ടായിരുന്നു അല്ലെ. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പണ്ട് പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, ഒരിക്കലും ഒരിടത്ത് എന്നൊക്കെ പറയാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ടായിരുന്നു മക്കളെ? വൺസ് അപ്പോൺ എ ടൈം ഹി വിസിറ്റഡ് ഹർ, വൺസ് upon a time there was a king അല്ലെ, who was എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങിയത് ഓർമ്മയുണ്ടോ? പണ്ട് ഒരു രാജ്യത്ത് ഒരു രാജാവ് എന്നൊക്കെ പറഞ്ഞ് ആ കഥകളൊക്കെ തുടങ്ങുമ്പോ എന്താ തുടങ്ങിയിരുന്നത് മക്കളെ? അപ്പോൺ അല്ലെ. അങ്ങനെ പണ്ടുള്ള ഒരിക്കൽ, പണ്ട് കാലത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടങ്ങാനാണ് വൺസ് അപ്പോൺ യൂസ് ചെയ്യുന്നത്. ഓക്കെ, then use of over and above, ഒരു സെയിം മീനിങ് അല്ലെ. ഓവർ പറഞ്ഞാൽ മുകളിൽ, എബോവ് എന്ന് പറഞ്ഞാൽ മുകളിൽ. മീനിങ്ങിന് ഒരു മാറ്റവും ഇല്ലാട്ടോ, ഒരു കൺഫ്യൂഷൻസും വേണ്ട, മീനിങ് കറക്റ്റ് ആണ് അല്ലെ. ഓവർ മുകളിൽ, എബോവ് മുകളിൽ. ഇനി എന്തെങ്കിലും നമുക്കൊരു വ്യത്യാസം ഉണ്ടോ എന്ന് നമുക്കൊന്ന് പോയി നോക്കാം അല്ലെ. ഇങ്ങനെ രണ്ട് മീനിങ് ആണെങ്കിൽ എന്തിനാ ഈ രണ്ട് വാക്ക്, ഒരു വാക്ക് പോയെന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ തോന്നിയാലോ അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടിനും സെയിം മീനിങ് ആണെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഒരു വ്യത്യാസം കാണും. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇത് ഇവിടെ എന്ത് ചെയ്യുന്നത്? പറയേണ്ടി വരുന്നത് അല്ലെ. രണ്ടായിട്ട് യൂസ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഓവർ അല്ലെ. ടു സേ സംതിങ് ഈസ് ഹയർ ദാൻ സംതിങ് എൽസ് അല്ലെ. എന്തിന്റെയെങ്കിലും മുകളിൽ എന്ന് പറയാൻ എന്താണ്? ഓവർ തന്നെയാണ് അല്ലെ. മുകളിൽ എന്ന് പറയുന്ന മീനിങ് നോക്കാം. ദർ ഇസ് എ പെയിന്റിങ് ഓവർ ദ ഡോർ, ഡോറിന് മുകളിൽ എന്തുണ്ട് മക്കളെ? ഒരു പെയിന്റിംഗ് ഉണ്ട്. ഓക്കെ, ഷീ ഈസ് ഹോൾഡിങ് ആൻ അംബ്രല്ല ഓവർ ദ ഹെഡ്, ഹെഡിന് മുകളിലായിട്ട് അവൾ എന്ത് വെച്ചിട്ടുണ്ട്? ഇങ്ങനെ ഒരു അംബ്രല്ല പിടിച്ചിട്ടുണ്ട് അല്ലെ. എന്ത് ചെയ്തിട്ടുണ്ട്? തലക്ക് മുകളിൽ അവൾ ഒരു അംബ്രല്ല പിടിച്ചിട്ടുണ്ട്. ദർ ഇസ് എ പെയിന്റിംഗ് ഓവർ ദ ഡോർ, ഡോറിന് മുകളിൽ എന്തുണ്ട് മക്കളെ? ഒരു പെയിന്റിംഗ് ഉണ്ട്. ക്ലിയർ ആണ്? മുകളിൽ എന്ന് പറയുന്ന അർത്ഥം ക്ലിയർ ആണ്. ഓക്കെ, ദെൻ ടു കവർ സംതിങ്, എന്തിനെങ്കിലും ഒന്ന് കവർ ചെയ്യാണ് അല്ലെ മക്കളെ. ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഞാനിത് എന്റെ ചെവി ഇങ്ങനെ കൈകൊണ്ട് അങ്ങ് കവർ ചെയ്തു. ഓക്കെ, ഇങ്ങനെ കവർ ചെയ്യുമ്പോൾ നമ്മൾ ഓവർ എന്ന് പറയും അല്ലെ. കംപ്ലീറ്റ് ഞാൻ എന്ത് ചെയ്യാണ്? ഈ കൈ കൊണ്ട് കംപ്ലീറ്റ് ഞാൻ എന്റെ ഇങ്ങനെ ചെവി കംപ്ലീറ്റ് കവർ ചെയ്യാണ്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ എന്റെ കണ്ണുകൾ രണ്ടും ഇങ്ങനെ കംപ്ലീറ്റ് ഹാൻഡ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്യാണ്. ഇങ്ങനെ കംപ്ലീറ്റ് കവർ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഓവർ എന്നാണ് യൂസ് ചെയ്യുക. നോക്കാം. ഷീ ഹാസ് പുട്ട് ഹെർ ഹാൻഡ്സ് ഓവർ ഇയേഴ്സ് അല്ലെ. അവളുടെ ഇയേഴ്സിന്റെ അവൾ എന്ത് ചെയ്തു? ഇങ്ങനെ ഷീ ഹാസ് പുട്ട് ഹെർ ഹാൻഡ്സ് ഓവർ ഇയേഴ്സ്. ചെവിയുടെ മുകളിൽ ഇങ്ങനെ കൈ വെക്കുമല്ലോ, മുകളിൽ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ പൊത്തിയിട്ട് അവർ കവർ ചെയ്യുമല്ലോ. അങ്ങനത്തെ സമയങ്ങളിൽ നമ്മൾ ഓവർ എന്നാണ് യൂസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദ ഹാറ്റ് ഈസ് ഓവർ ഹിസ് ഐസ്. ചില ആളുകളുണ്ട് തൊപ്പിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ വരെ തൊപ്പിയിട്ടിട്ട് ഇങ്ങനെ നടക്കും അല്ലെ. എന്താണ്? ആ കണ്ണിന്റെ മുകളിൽ വരെ കവർ ആയിട്ടുണ്ടാവും ഹാറ്റ്. അങ്ങനെ ദ ഹാറ്റ് ഈസ് ഓവർ ഹിസ് ഐസ്. സോ ഒരു കാര്യം കവർ ചെയ്തിട്ട് അതിന്റെ മുകളിലൂടെ, ഒരു വസ്തുവിനെ മറച്ചുകൊണ്ട് അതിന്റെ മുകളിലൂടെ കവർ ചെയ്യുന്ന രീതിക്ക് എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടെങ്കിൽ അത് മുകളിലൂടെ എന്ന അർത്ഥത്തിൽ ഓവർ തന്നെയാണ് യൂസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ. then across from one side to other, ഒരു സൈഡിൽ നിന്നും മറ്റൊരു സൈഡിലോട്ട് പോയി എന്ന് പറയാം അല്ലെ. ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലോട്ട്. അപ്പൊ നിങ്ങൾ അക്രോസ് എന്ന് പറയുന്ന ഒരു അക്രോസ് എന്ന് പറയുന്ന ഒരു അതൊക്കെ ആ ഒരു വേർഡും അതിന് തന്നെയാണ് യൂസ് ചെയ്യുക. കുറുകെ പോയി എന്നൊക്കെ പറയാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? ഓവറും അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. നോക്കാം. ദ ബേർഡ് ഫ്ലൂ ഓവർ ദ വാട്ടർ, എന്ത് ചെയ്യാണ്? വെള്ളത്തിന് മുകളിലൂടെ പക്ഷി അങ്ങ് പറന്നു പോവാണ് കേട്ടോ. then they had a conversation over the fence, എന്താണ്? ഇവിടെ ഒരു
മതിലുണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ടും ഈ മതിലിന്റെ ഇപ്പുറത്തുനിന്നോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ് മക്കളെ, ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മതിലിന്റെ മുകളിലൂടെ ഇങ്ങനെ സംസാരിക്കണം. ഇനി ഇങ്ങനെ സംസാരിക്കില്ല, ഇവിടെ നിന്ന് ആ വ്യക്തി സംസാരിക്കുമ്പോൾ ആ ഒരു സംസാരം എങ്ങനെയാണ് പോകുന്നത്, ആ മതിലിനെ ഓവർ ചെയ്തിട്ടാണ് അപ്പുറത്തോട്ട് പോകുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സംസാരം എന്ത് തന്നെയാണ് മക്കളെ, ഓവർ ദ ഫെൻസ് തന്നെയാണ് കേട്ടോ. ദേ ഹാഡ് എ കോൺവെർസേഷൻ ഓവർ ദ ഫെൻസ്. ഓക്കെ, മതിലുകൾക്ക് അപ്പുറവും ഇപ്പുറവും നിന്നിട്ട് സംസാരിക്കുകയാണ്, പക്ഷെ അതെങ്ങനെയാണ് പോകുന്നത്, മുകളിലൂടെ എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. നോക്കാം. ഓൺ ദ അതർ സൈഡ് ഓഫ് സംതിങ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, മുമ്പിൽ ഒരു റോഡ് ഉണ്ട്. ഓക്കെ, അപ്പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു ഷോപ്പ് ഉണ്ട്. ഓക്കെ, അവിടെ ഒരു ഷോപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മളത് ഇങ്ങനെ പറയണം മക്കളെ, ഇങ്ങനെ പറയണം. ദർ ഇസ് എ ഗുഡ് ഷോപ്പ് ഓവർ ദ റോഡ്. ഓവർ ദ റോഡ് എന്ന് പറഞ്ഞാൽ റോഡിന്റെ മുകളിൽ, അങ്ങനെയല്ല കേട്ടോ. ഓവർ ദ റോഡ് പറഞ്ഞാൽ ഈ റോഡ് കഴിഞ്ഞ അപ്പുറത്തെ സൈഡിൽ, അതർ സൈഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പൊ അതെന്താണ്, ഈ റോഡും കഴിഞ്ഞ് അപ്പുറത്തെ സൈഡിൽ അല്ലെ, ആ റോഡിനെയും ഓവർ ചെയ്തിട്ടാണ് അപ്പുറത്തോട്ട് അല്ലെ, ആ ഒരു മീനിങ് വരുമ്പോഴാ ദ അതർ സൈഡ് ഓഫ് സംതിങ്. ഇതിന് അപ്പുറത്ത് മറ്റേ ഓപ്പോസിറ്റ് സൈഡ് അല്ലെ, അതർ സംതിങ്. ദർ ഇസ് എ ഗുഡ് ഷോപ്പ് ഓവർ ദ റോഡാണ്. ഈ റോഡിന് അവിടെ എന്തുണ്ട്, ഈ റോഡ് കഴിഞ്ഞ് അപ്പുറത്ത് എന്തുണ്ട് മക്കളെ, എന്തുണ്ട്, ഒരു അടിപൊളി ഷോപ്പ് ഉണ്ട്. കറക്റ്റ് ആണ്. ദെൻ മൂവ്മെന്റ്സ്, എന്തുണ്ട്, ഒരു മൂവ്മെന്റ്സ് ഉണ്ട് മക്കളെ. എന്താണ് ഒരു മൂവ്മെന്റ്സ് മീൻസ് ഒരു ചലനം ഉണ്ടാവും അല്ലെ. എന്താ ഇവിടെ നോക്കൂ, ദ ബേർഡ്സ് ഫ്ലൂ ഓവർ ദ വാട്ടർ അല്ലെ. പക്ഷികൾ എന്ത് ചെയ്യാണ്, വെള്ളത്തിന് മുകളിലൂടെ എന്ത് ചെയ്യാണ് മക്കളെ, അങ്ങോട്ട് പാറി പോവാണ്. എന്താണത്, അതിലൊരു മൂവ്മെന്റ്സ് ഉണ്ട് അല്ലെ, ഒരു മൂവ്മെന്റ്സ് ഇല്ലേ. ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ മുകളിൽ ഇങ്ങനെ പക്ഷികൾ ഇങ്ങനെ നിശ്ചലമായിട്ട്, അങ്ങനെയല്ല കേട്ടോ, ഒരു മൂവ്മെന്റ്സ് അതിലൂടെ നടക്കുന്നുണ്ട്. നോക്കാം. ദെൻ the car drove over the bridge above. എന്താണ് ഓവർ ദ ബ്രിഡ്ജ് എബോ എന്ന് പറയുമ്പോൾ ഈ എബോ അല്ല നോക്കേണ്ടത് കേട്ടോ. കാർ എന്ത് ചെയ്യാണ്, ബ്രിഡ്ജിന്റെ മുകളിലൂടെ പോവാണ് അല്ലെ. ആ മുകളിലൂടെ ഒരു മൂവ്മെന്റ്സ് നടക്കുന്നതുകൊണ്ടാണ് അവിടെ ഓവർ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നോക്കാം. ദെൻ നോ മൂവ്മെന്റ്സ്. ഓക്കെ, ഇനി ഇവിടെ നോ മൂവ്മെന്റ്സിന്റെ ഒരു കേസ് വരുന്നുണ്ട്. ഇത് ഓവറിന്റെ കേസ് അല്ല, ഇത് എബോവ് യൂസ് ആണ് കേട്ടോ. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇതെന്താണ്, ഇത് ഓവർ യൂസ് ചെയ്യാനാണ് ഓവർ, ഇത് എബോ. ഉണ്ട് ഇവിടെ തന്നെ വളരെ സിമ്പിൾ ആണല്ലേ, അതിന്റെ വ്യത്യാസം വളരെ സിമ്പിൾ ആണ്. ഒരു മൂവ്മെന്റ്സ് ഉണ്ടാവും അല്ലെ, എന്തുണ്ടാവും, ഒരു മൂവ്മെന്റ്സ് ഉണ്ടാവും അല്ലെ, മൂവ്മെന്റ്സ് ഇല്ലാത്തതും ഉണ്ടാവും അല്ലെ, മൂവ്മെന്റ്സ് ഇല്ലാത്തതും ഉണ്ടാവും, മൂവ്മെന്റ്സ് ഉള്ളതും ഉണ്ടാവും. എന്ത് ചെയ്യണം, ഇവിടെ നിന്നും അങ്ങോട്ട് പക്ഷികൾ പാറിപ്പോയി എന്നുള്ളതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അതിലൊരു മൂവ്മെന്റ്സ് ഉണ്ട് അല്ലെ. അപ്പൊ എന്തേപോലെ കാർ എന്ത് ചെയ്യാണ്, ബ്രിഡ്ജിന്റെ മുകളിലൂടെ പോവുകയാണ് അല്ലെ, അപ്പോഴും നമ്മൾ ഓവറാണ് യൂസ് ചെയ്യുക. അവിടെയും എന്തുണ്ട്, ഒരു മൂവ്മെന്റ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ നോ മൂവ്മെന്റ് ആണെങ്കിൽ എന്താണ് നോക്കാം. മൈ അപ്പാർട്ട്മെന്റ് ഈസ് അബോവ് ദ റെസ്റ്റോറന്റ്. റെസ്റ്റോറന്റിന്റെ മുകളിലാണ് എന്റെ അപ്പാർട്ട്മെന്റ്. അപ്പാർട്ട്മെന്റ് അവിടെ നിശ്ചലല്ലേ മക്കളെ, അതിന് എന്തെങ്കിലും ഒരു മൂവ്മെന്റ്സ് ഉണ്ടാവും, ഇല്ല. ഓക്കെ, സോ നോ മൂവ്മെന്റ്സ് ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് മുകളിൽ എന്ന് പറയാൻ എന്ത് യൂസ് ചെയ്യാം, എബോവ് യൂസ് ചെയ്യാം. മൂവ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഓവർ യൂസ് ചെയ്യും. മൂവ്മെന്റ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, എബോവ് യൂസ് ചെയ്യും. ക്ലിയർ ആണല്ലോ, വ്യത്യാസം ക്ലിയർ ആണല്ലോ. രണ്ടും മുകളിലായിരുന്നു. എന്താണ് ആ വ്യത്യാസം എന്ന് നിങ്ങളോട് ഞാൻ ചോദിച്ചു. ആ വ്യത്യാസമാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ്, മൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ എന്താണ് മക്കളെ, ഓവർ എന്നാണ്. അതുപോലെ നോ മൂവ്മെന്റ്സ് ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്, എബോവ് എന്നാണ്. ഓക്കെ, ക്ലിയർ. ദെൻ എബോവ് നമ്മളിപ്പോ അവിടെ പറഞ്ഞു. ഓക്കെ, എന്നാൽ പോലും ഒന്നും കൂടെ ആവർത്തിക്കാൻ. എന്താണ് മൂവ്മെന്റ്സ് എന്താണ് മക്കളെ, മൂവ്മെന്റ്സ് ഇല്ലെങ്കിൽ എന്താണ്, എബോവ് ആണ് അല്ലെ. അനങ്ങുന്നില്ല അല്ലെ, അനങ്ങുന്നില്ല, ചലനമില്ല, നിശ്ചലമാണ് അല്ലെ. എന്താണ്, നിശ്ചലമാണ് അല്ലെ. നോക്കാം. There is no movement അല്ലെ. There is a clock above the bookshelf. എന്താണ് ഇവിടെയൊക്കെ എന്താണ് മക്കളെ, നോ മൂവ്മെന്റ്സ് ആണ് അല്ലെ. ക്ലോക്ക് അവിടെ കിടക്കില്ല മക്കളെ, അത് അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ നിൽക്കല്ലേ. മൂവ്മെന്റ്സ് ഉണ്ടോ, അതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടോ, മേലെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല കേട്ടോ. സോ ദർ ഇസ് എ ക്ലോക്ക് അബോവ് ദ ബുക്ക് ഷെൽഫ്. ബുക്ക് ഷെൽഫിന്റെ മുകളിൽ എന്താണ്, കറക്റ്റ് ആയിട്ട് അവിടെ ഒരു ക്ലോക്ക് ഉണ്ട്. ഓക്കെ, ദർ ഇസ് എ പിക്ചർ ഹാങ് അബോവ് ദ വിൻഡോ. വിൻഡോയുടെ കറക്റ്റ് മുകളിലായിട്ട് ഒരു പെയിന്റിങ്ങോ ഒരു പിക്ചറോ എന്തെങ്കിലും തൂക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ് മക്കളെ, അതവിടെ നിശ്ചലാണ് അല്ലെ. അങ്ങനെയുള്ള പെയിന്റിങ്സോ വസ്തുക്കളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ചുമരുമ്പിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയാം, നമ്മൾ ധൈര്യമായിട്ട് എബോവ് പറയാം. കാരണം ആ വസ്തു അനങ്ങുന്നില്ലെങ്കിൽ അത് എബോവ് തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ബേർഡ്സ് മുകളിലൂടെ പോയി, കാർ മുകളിലൂടെ പോയി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും മക്കളെ, ഓവർ യൂസ് ചെയ്യും. ഓക്കെ, ആ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. രണ്ടിനും മുകളിൽ എന്ന അർത്ഥം ഉണ്ടെങ്കിലും ഒന്ന് ചലിക്കാത്തതാണെങ്കിൽ നിങ്ങൾ എന്ത് പറയണം, എബോവ് പറയണം. ചലിക്കുന്നതാണെങ്കിൽ നിങ്ങൾ ഓവർ പറയണം. ക്ലിയർ ആണല്ലോ. ഓക്കെ, സോ
വളരെ കുറച്ച് പ്രിപ്പോസിഷൻസ് മാത്രമാണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക, ചെറിയ നോട്ട്സുകളൊക്കെ എഴുതി വെക്കുക. 1-2 മാത്രം യൂസുകളുള്ളൂ. അതിന്റെ വ്യത്യാസങ്ങളൊക്കെ കറക്റ്റ് ആക്കിയിട്ട് മനസ്സിലാക്കുക കേട്ടോ. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റു കുറച്ച് പ്രിപ്പോസിഷൻസ് കൂടെ ബാക്കിയുണ്ട്. അതുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.